ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ ചാനലിൽ പറയാൻ പോകുന്നത് കൺസ്യൂമറിസം എങ്ങനെയാണ് ഓർഡിനറി പീപ്പിൾസ്, അതായത് സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത നമ്മളെപ്പോലുള്ള ആളുകളിലേക്ക് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനൊരു ഇര തന്നെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിക്ടിം തന്നെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമായിരിക്കില്ലേ? അങ്ങനെ ഒരു വിക്ടിം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കുക. പേര് പറഞ്ഞു. ഹലോ, എൻ്റെ പേര് നിത. അപ്പോൾ ഇയാൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കര സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് ഇവിടെ എപ്പോഴും ഡെലിവറി ആൾക്കാർ വരും, അത് വാങ്ങാനേ ഉള്ളൂ നമുക്ക് നേരം. അപ്പം നമുക്ക് ചോദിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ആരോടെങ്കിലും ചോദിക്കണം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുമല്ലോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കൺട്രോൾ ഇല്ലാതാവും. പിൻട്രസ്റ്റിൽ കാണുന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പുകളിൽ എന്തെങ്കിലും സെയിലുണ്ടെന്ന് പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ മറ്റേ തെക്കിനിയിലെ ആ ഒരവസ്ഥയാണ് വരിക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടും. കാരണം നമ്മളടുത്ത് ക്യാഷ് ഉള്ളപ്പോൾ നമുക്ക് വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് വരുന്നതാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇത് കൺട്രോൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോകാമെന്നുള്ളതാണോ? അതായത് ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പ് ഇന്ന ഒക്കേഷന് വേണ്ടി മാത്രമായിട്ട് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ മെഡ്ഗാലയിലൊക്കെ പോകുന്ന ആളുകൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ പാർട്ടിക്ക് വേറെ ഡ്രസ്സ്, ആ ഒരു സ്റ്റൈല് നമ്മൾ ഈ ഓർഡിനറി പീപ്പിൾസും കൂടി ഫോളോ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? തീരെ നല്ല അഭിപ്രായമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനിത് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ പോലും അത് എൻ്റെ ഒരു ഒബ്സഷൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണ്. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ വാങ്ങുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര ഭയങ്കര സംഭവം റേറ്റ് ഉള്ളതോ അല്ലെങ്കിൽ കുറേ അങ്ങനെ വാങ്ങിക്കൂട്ടാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില ചാനലുകളിലൊന്നും കാണുന്ന ആ അവസ്ഥക്കൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കറിയാലോ, ഇതിപ്പോൾ നമുക്ക് വേണ്ടാഞ്ഞിട്ടും വാങ്ങുകയാണെന്നുള്ളൊരിത് നമുക്ക് അറിയാം. അപ്പോൾ ആ ഒരു നിലക്കാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ചോദിച്ചു? അതായത് ഇത് വേണ്ടാത്തൊരു സാധനമാണോ, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? വേണ്ടാത്ത സാധനം തന്നെയാണ്. അതായത് നമ്മളുടെ എത്രയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളുടെ കൺസ്യൂമറിക് മെൻറ്റാലിറ്റി കൂടിക്കൂടി വരും. അതിനനുസരിച്ച് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ റേറ്റും കൂടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഇതിപ്പം ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ ഇതിന് കാരണം എന്താണെന്നാണ് വിചാരിക്കുന്നത്? എനിക്ക് തോന്നിയത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഒരു കൂടുതലായിട്ടുള്ള, അതായത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും കുറ്റം പറയുന്നില്ല. ചില ആളുകൾ പുതിയൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ എന്നുള്ള ഒരൊറ്റ ഭാഗം, അതായത് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷെ അവരിത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് നമുക്കും ആ ഒരു ആഗ്രഹം വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന സമയത്ത് ഓർക്കത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, ഓർക്ക് ക്യാഷ് മുടക്കേണ്ടി വരുന്നില്ല. അത് മുടക്കിയിട്ട് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളില്ലേ. അപ്പോൾ അതാണോ കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമോ? ഇതിപ്പം മെയിനായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ പണ്ടൊന്നും നമുക്കിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് ഒരു നോർമൽ തിങ് അല്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നത് വാങ്ങി നാളെ വേറൊന്ന് വാങ്ങും, മറ്റന്നാൾ വേറൊന്ന് വാങ്ങും, അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് ഒരു ബാഡ് തിങ് ആണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഒരു കാര്യം വാങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഈ ഫോണിൻ്റെ മോഡൽ വരുന്നതിനനുസരിച്ച് മാറ്റുക, ഇതൊക്കെ ഈയിടെ ആയിട്ട് വന്നിട്ടുള്ള കുറേ സംഭവങ്ങളല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴാണെങ്കിൽ ഡ്രസ്സ് ഓരോ ട്രെൻഡിനനുസരിച്ച് മാറ്റുക, ഇങ്ങനത്തെ അതിപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ ക്ലോത്ത്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പെരുന്നാൾ, ഓണം അതുപോലെയുള്ള ഏതെങ്കിലും ഫെസ്റ്റിവൽസിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഡ്രസ്സുകളൊക്കെ എടുക്കുക. അല്ലാതെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ടോപ്സോ അങ്ങനത്തെ ഒക്കെ എടുക്കുന്നല്ലാതെ ഒരു കല്യാണമൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് ക്യാഷ് ചിലവാക്കിയിട്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ സെയിലുണ്ട്, വാങ്ങിക്കൂട്ടുന്നു. അതുപോലെ തന്നെ പിന്നെ അപ്പോഴത്തേക്കും ആമസോണിൽ വേറെ എന്തെങ്കിലും സെയിൽ വരും, അപ്പോൾ ആ സമയത്ത് അവിടെ പോയി വാങ്ങുന്നു. പിന്നെ എന്താ അങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള കുർത്തി അല്ലെങ്കിൽ എത്നിക് ക്ലോത്ത്സിനോടുള്ളൊരു ഓവർ ഒബ്സഷൻ, ഈ ഷോർട്ട് കുർത്തീസ്, ഇതൊക്കെ വെറുതെ വാങ്ങിക്കൂട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇടാനില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരേപോലത്തെ ക്ലോത്ത്സ് തന്നെ ചിലപ്പോൾ കുറേ ഉണ്ടാവും. കാരണം അങ്ങനെ സെയിലുണ്ടെങ്കിൽ നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ റിഗ്രറ്റ് ആവും എന്നുള്ള രീതിക്കൊക്കെ ആ ഒരു അവസ്ഥക്കൊക്കെ എത്തിച്ചിട്ടുള്ളതിൻ്റെ കുറേയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസിങ് ഒക്കെ തന്നെ ആയിരിക്കും.
പിന്നെ എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും നമ്മൾ ഈസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകും. ഈസ്തെറ്റിക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പിൻട്രസ്റ്റി ഔട്ട്ഫിറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ സവാന ഇങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ കൂടുതലായിട്ടും അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരു കൊറിയൻ ഈ ബോഡി ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, ബാഗ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതിപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ഒക്കേഷന് വേണ്ടിയിട്ട് ഓരോ ബാഗൊക്കെ വാങ്ങുന്ന ഒരു അവസ്ഥക്കൊക്കെ എത്തി. പണ്ടൊന്നും അങ്ങനെ ഒരു ഇതില്ലായിരുന്നല്ലോ. പണ്ടൊന്നും ഞാൻ ബാഗ് ക്യാരി ചെയ്യാറ് പോലും ഇല്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പേഴ്സ് അങ്ങനെയൊക്കെ അല്ലാതെ. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഒക്കേഷനനുസരിച്ചല്ലേ, ഓരോ ഔട്ട്ഫിറ്റിനനുസരിച്ച് നമ്മൾ 3-4 ബാഗൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കൂട്ടുക, പല മോഡലുള്ളത്. അതുപോലെ തന്നെ ചെരുപ്പുകളാണെങ്കിൽ, പിന്നെ ജീൻസുകൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് എനിക്ക് വരുന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാം ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കൂടിയതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഇവൾ ഈ വാങ്ങി കൂട്ടുന്നതിൻ്റെ ഒരു വിഭ്രാന്തിയും കിട്ടിയില്ലെങ്കിലുള്ള ഒരു നിരാശയൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസമല്ല, ഒരു 2-3 മാസമായിട്ട്. സമയത്ത് നമ്മൾ വിചാരിച്ചു ഓക്കെ ഫസ്റ്റ് സാലറി കിട്ടുന്നതിൻ്റെ ഒരു ഇതിൽ ചെയ്യുന്നതായിരിക്കുന്നു. പക്ഷേ ഇത് കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 2 ബാഗോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒന്ന് വാങ്ങി. അപ്പോൾ നമ്മൾ വളരെടുത്ത് ചോദിച്ചത് എന്താ സംഭവം, എന്താണ് ഇത്ര ഇങ്ങനെ പൈസ വെറുതെ കളയുന്ന പോലെ അല്ലേ ഇത് എന്ന്. അപ്പോഴാണ് ഓള് പറയുന്നത് ഇത് ഒരു ഒബ്സഷൻ പോലെ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് ഓൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കാഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഓൾ അറിവിൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്തൊരു രീതിക്ക് എത്തിയതുകൊണ്ട് ചെയ്യാമെന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിയാൽ മതി. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ, എല്ലാവരും വാങ്ങുന്നുണ്ട്, അത് കണ്ടിട്ട് അതിൻ്റെ പുറകെ പോയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമുക്കൊന്നും ഏൺ ചെയ്യാനും പറ്റൂല. ലൈഫിലായതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കുറേ വേസ്റ്റ് തുണികളോ ക്ലോത്ത്സും നമുക്ക് പ്രകൃതിക്കും നമുക്കൊക്കെ ദോഷമായിട്ട് അത് ആടെ വെറുതെ ഇങ്ങനെ കൂട്ടിയിടാന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാതൊക്കെ അല്ലേ. അതെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കൂട്ടുക. പിന്നെ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൂട്ടണം എന്നുള്ളതല്ല. അല്ലെ പണ്ട് ചെറുപ്പത്തിൽ നമുക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ള രീതിക്ക് കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പം ആവശ്യമുള്ളത് മാത്രമൊക്കെ സാധിച്ചാൽ മതി. അല്ല അത്രയ്ക്കും നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നൊരു കാര്യം വാങ്ങാൻ പറ്റാഞ്ഞിട്ടൊക്കെ ആ ഒരു രീതിക്കൊക്കെ ആണെങ്കിൽ വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നും വാങ്ങിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ മണി നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എസ്തെറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ. അപ്പോൾ എസ്തെറ്റിക്സിനെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.